ശരിക്കും ചേച്ചിക്ക് ബ്രസ്റ്റ് ക്യാൻസർ തന്നെയാണോ, സത്യം അല്ല എന്നെങ്കിൽ നമുക്ക് അറിയണം എന്നൊരു ആഗ്രഹമുണ്ട്. എന്താണ് ചേച്ചി ശരിക്കും സത്യം? അതെ, ക്യാൻസർ ആണ്. സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ വന്ന് കരയുണ്ടായെന്നോർത്ത് തന്നെയാണ് ഞാൻ നിങ്ങളെ വിളിച്ചു വരുത്തിയതും. ഇത്രയും ദിവസം എന്നെ സ്നേഹിക്കുന്നവരുടെ അടുത്തൊന്നും ഞാനിത് മറച്ചു വെച്ച് ഇത് പറയാൻ സമയമായി എന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത്. കുറച്ച് മോശമാണ്. ബ്രസ്റ്റിൽ നിന്നത് കഷത്തിലേക്ക് വ്യാപിച്ചു, ലിംബിനോട് വഴി ഹാർട്ടിൻ്റെ മസിലിലോട്ട് ചെറുതായിട്ട് വ്യാപിച്ചു, ലങ്സിലോട്ട് വ്യാപിച്ചു. അങ്ങനെ സ്റ്റേജ് 3 കഴിയാറായി. അങ്ങനെ ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ കടന്നു. കാരണം ഞാൻ കരഞ്ഞു കഴിഞ്ഞാൽ എന്നെ സ്നേഹിക്കുന്ന കുറേ പേരുണ്ട്. അതുപോലെ ഇതുപോലെ ക്യാൻസറായിട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് ഞാൻ എന്നും ഒരു മാതൃകയായിട്ടിരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ചേച്ചി ശരിക്കും ഇത് അറിഞ്ഞിട്ട് എത്ര നാളായി ചേച്ചി? ചിലവർ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഇത് ദുബായിൽ വെച്ചിട്ട് സ്ഥിരീകരിച്ചിട്ട് അവിടെ വെച്ച് ക്യാൻസർ ആണെന്ന് അറിഞ്ഞു. അങ്ങനെയൊന്നുമില്ല, അങ്ങനെ ഒരു സംഭവമേ അല്ല ഇത്. സത്യം പറഞ്ഞാൽ ഇത് ഞാൻ ഇങ്ങനെ ഒരു ബ്രസ്റ്റിലൊരു മുഴ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് എനിക്ക് 15 വയസ്സുള്ളപ്പോഴാണ്. വീട്ടിൽ പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെ അസുഖം അങ്ങനെ പറയുന്ന ഒരാളല്ല കുഞ്ഞിലെ തൊട്ടേ. അപ്പം നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ തന്നെ കൊണ്ട് ഡോക്ടർ അന്ന് അത് ഒരു 15-16 വർഷം മുന്നത്തെ കാര്യമാണ്. നേരം എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞത് ഇതിങ്ങനെ വെക്കരുത്, ഇപ്പം ഇതിന് വലിയ പ്രശ്നമില്ല, അത് ഫ്യൂച്ചറിൽ ക്യാൻസർ ആകും. അപ്പം ആ സമയത്ത് എനിക്ക് മറ്റൊരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് നിൽക്കുക. വേറെ ഒന്നുമല്ല, അപ്പൻഡിസൈറ്റിസിൻ്റെ ഓപ്പറേഷൻ. അപ്പോൾ അതിച്ചിരി പെയിൻഫുൾ ആയിരുന്നു. അതുപോലെ നട്ടലിന് ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ടായിരുന്നു ചെയ്തത്. അപ്പം ഞാൻ ആ ഒരു പേടി മൂലം ഞാനിത് വീട്ടിൽ പറഞ്ഞു. ഈ ഒരു വാർത്ത കേട്ട ഓരോ നിമിഷവും മനസ്സുകൊണ്ട് ആഗ്രഹിച്ച ഒരു കാര്യമുണ്ട്. സത്യം പറഞ്ഞാൽ ആ വാർത്ത കളവായിരിക്കണേ, അവർ കാണിക്കുന്ന ഒരു ഡ്രാമ ആയിരിക്കണേ എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. കാര്യം ഒരാൾക്കും ഇങ്ങനത്തെ രോഗം എന്ന് പരീക്ഷിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല പേഴ്സണലി, അത് എന്നെ ശത്രുക്കളാണെങ്കിൽ തന്നെയും. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ രേണുസുതി നമ്മൾ റിയാക്ട് ചെയ്യുന്നെങ്കിലും അവരോട് പേഴ്സണലി ഒരു ശത്രുതയും നമുക്കില്ല. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ടന്റിന് വേണ്ടി മാത്രം ക്രിയേറ്റ് ചെയ്യുന്ന കാര്യമാണ്. അത് അവരുടെ ലൈഫിൽ അവർക്ക് ബൂസ്റ്റായി നിൽക്കാനും സോഷ്യൽ മീഡിയ പ്രയോജനപ്പെടുന്ന ഒരു കാര്യം കൂടിയായിരുന്നു. എന്നാൽ ലിറ്ററലി ഇപ്പം വളരെ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം, മനസ്സുകൊണ്ട് എനിക്ക് വളരെ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇപ്പൊ കേട്ടത്. അവർ തന്നെ ആ ഒരു അസുഖത്തെക്കുറിച്ച് റിവീൽ ചെയ്തേക്കുന്ന വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. നിങ്ങളൊരു ബോൾഡായ സ്ത്രീയാണ്, നിങ്ങൾക്ക് ഇതിനെ തരണം ചെയ്ത് മുമ്പോട്ട് വരാൻ നിങ്ങൾക്ക് സാധിക്കും. അതെനിക്ക് വിശ്വാസമുണ്ട്, ഉറപ്പുണ്ട്. അപ്പോൾ അതിന് നിങ്ങൾക്ക് സാധിക്കട്ടെ. ഇതിനെല്ലാം തരണം ചെയ്ത് ഒരുപാട് സൈബർ ബുള്ളിങ്ങും ഒരുപാട് ആരോപണങ്ങളെല്ലാം നേരിട്ടപ്പോഴും ശക്തമായിട്ട് നിന്ന ഒരു ബോൾഡായ ഒരു സ്ത്രീയാണ് നിങ്ങൾ. അപ്പം നിങ്ങൾക്ക് ഈ ഒരു രോഗത്തെ കീഴ്പ്പെടുത്തി മുമ്പോട്ട് വരാൻ സാധിക്കും എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഒരുപാട് പേരുടെ, നിങ്ങളെ അനുകൂലിച്ചവരുടെയും പ്രതികൂലിച്ചവരുടെയും എല്ലാവരുടെയും സപ്പോർട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് റിക്കവറായി തിരിച്ചു വരട്ടെ. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെല്ലാവരും നിങ്ങളുടെ പ്രാർത്ഥനകളിൽ അവരെ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി പോർഷനിലൂടെ കാണാം. അതിന് മുമ്പായി ആദ്യമായി നമ്മൾ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. ഫേസ്ബുക്കിലാണെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്യുക. നമുക്ക് ബാക്കിയോടെ കാണാം. സുധിച്ചേട്ടൻ്റെ മരണശേഷം കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ ഈ ഒരു നമുക്കറിയാം ബ്രസ്റ്റ് ക്യാൻസർ, ഈ ഒരു മുഴ വരുമ്പോൾ നമുക്ക് ബ്രസ്റ്റിന് ആകൃതിയിലൊക്കെ വ്യത്യാസം വരും. അപ്പോൾ അത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടായിരുന്നു. അങ്ങനെ സ്കാൻ ചെയ്തിട്ട് ഡോക്ടറിന് ഡൗട്ടായി. അങ്ങനെ മാമോഗ്രാമിലൂടെ സംശയം തോന്നി ഡോക്ടറെ വീണ്ടും വിളിപ്പിച്ചു. ബയോപ്സി എടുത്ത റിസൾട്ടും ഞാൻ ഒറ്റയ്ക്കാണ് ചെന്ന് മേടിക്കുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു ക്യാൻസർ ആണെന്ന് പറഞ്ഞു. നമ്മുടെ ശത്രുക്കൾക്ക് പോലും ഇങ്ങനെ ഒരു അവസ്ഥ നമുക്കറിയാം. അതിൻ്റെ ബുദ്ധിമുട്ടും വിഷമങ്ങളും ഒക്കെ നമുക്കറിയാം. അപ്പോൾ അതെല്ലാം കൂടെ എൻ്റെ തലയിലോട്ട് വന്നിട്ട് ഞാൻ ഒന്നും മിണ്ടില്ല. ആ റിസൾട്ട് വീട്ടിൽ കൊണ്ട് ഞാൻ ഭദ്രമായിട്ട് വെച്ച് ഒരു മനുഷ്യനോടും പറഞ്ഞു. കരീഷ്മ അറിയാം, മാനേജർ, എൻ്റെ ചേച്ചിയോട് പോലും പറഞ്ഞില്ല. കാരണം അവരൊക്കെ വിഷമിക്കും. കരീഷ്മയോട് പറഞ്ഞത് തന്നെ കരീഷ്മ എന്നോട് ചോദിച്ച് എന്താണ് നീ എന്താ, അവൾക്ക് നമ്മുടെ ഒരു സംസാരം വ്യത്യാസമായി അവൾക്ക് അറിയാൻ പറ്റും. ഞാൻ പറഞ്ഞ പോലെ ഒരു സംഭവം ഉണ്ട്. അവൾ ഞെട്ടിപ്പോയി. ഇപ്പം ഞാൻ ആരോടും പറഞ്ഞു, കുറേ നാൾക്ക് മുന്നേ ആണിത്. ആരോടും പറഞ്ഞില്ല, വീട്ടിലും പറഞ്ഞില്ല, ആരോടും പറഞ്ഞില്ല. അങ്ങനെ കുറച്ച് ദിവസം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്തു. കരീഷ്മ അറിഞ്ഞതിന് ശേഷം ചേച്ചി അറിഞ്ഞു. ചേച്ചിയോട് പറഞ്ഞു കരീഷ്മ. അപ്പം എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി. നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിലാണ് കൊണ്ടുപോയി പെറ്റ് സ്കാൻ എടുത്തിട്ട് അവിടുത്തെ ഡോക്ടർ വീണ്ടും കുറേ പരിശോധനകൾ, പതോളജിയും അതുപോലെ ബയോപ്സിയും, വീണ്ടും MRI വിത്ത് മാമോഗ്രാം, അതുപോലെ ഒരുപാട് ശരീരത്തിൽ ഒരുപാട് സ്കാനിങ്ങുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവരുടെ ഇതിൽ, അതായത് മുന്നേ നമ്മൾ അറിഞ്ഞെങ്കിലും പ്രൈവറ്റ് ആശുപത്രിയിലാണ് അറിഞ്ഞത്. പക്ഷേ മെഡിക്കൽ കോളേജുകാർക്ക് അവർ വീണ്ടും പരിശോധിക്കും. എന്താണെന്ന് അറിയേണ്ടത്, എന്താണ് എങ്ങനെയാണെന്ന് അവർ വീണ്ടും പരിശോധിച്ച് കഴിഞ്ഞിട്ടാണ് അവർ ക്യാൻസർ ആണ് മെഡിക്കൽ കോളേജുകാരും കൂടെ സ്ഥിരീകരിച്ചത്. പതോളജി റിപ്പോർട്ടാണ്, പതോളജി റിപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഇത് മാമോഗ്രാമിൻ്റെ കാര്യങ്ങൾ, മാമോഗ്രാമും പിന്നെ കുറേ ബാക്കി ബയോപ്സി ചെയ്തതും പെറ്റ് സ്കാൻ്റെ റിപ്പോർട്ടും ഒക്കെ എൻ്റെ ഫോണിൽ കിടപ്പുണ്ട്. ബാക്കിയുള്ളതെല്ലാം ഒറിജിനൽ എല്ലാം ഡോക്ടേഴ്സിൻ്റെ കയ്യിലാണ്. നമ്മളെ ചികിത്സിക്കുന്ന ഡോക്ടേഴ്സാണ് അതെല്ലാം വെക്കേണ്ടത്. ഇത് വീട്ടിൽ അറിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന ഒരു സാഹചര്യം എങ്ങനെയായിരുന്നു അമ്മയുടെ? അവരെൻ്റെ മുന്നിൽ കരയാൻ പറ്റുമോ? അവരെന്നെ ധൈര്യം തരാനല്ലേ പറ്റത്തുള്ളൂ. ചേച്ചിയായിട്ടും കരീഷ്മയൊക്കെ ആയിട്ടും പപ്പായമ്മയൊക്കെ പലപ്പോഴും പൊട്ടിക്കരയുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ചേച്ചി ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന ഒരു കാര്യം എന്തായിരിക്കും? ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ക്യാൻസർ ആണെന്ന് ഓർത്ത് ഞാൻ കരഞ്ഞില്ല. കിച്ചു വലുതായി വൃതപ്പനെ ഓർത്തിട്ടാണ് സത്യം പറഞ്ഞാൽ. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ദൈവമേ,
എനിക്കും കൂടെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവന് കുഞ്ഞല്ലേ, അവൻ എന്ത് ചെയ്യും? അവന് സത്യം പറഞ്ഞാൽ എല്ലാവരും ഉണ്ടോയെന്ന് ചോദിച്ചാൽ അവൻ എല്ലാവരും ഉണ്ട്, പക്ഷെ ആരും ഇല്ലാത്തൊരവസ്ഥയാവുമല്ലോ. കിച്ചു ഇത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല? എന്നെ വിളിച്ചില്ല, ഞാനും വിളിച്ചിട്ടില്ല. ആ ഒരു സംഭവത്തോടു കൂടി നിങ്ങൾക്ക് അറിയാം, അന്നത്തെ ഒരു ലാസ്റ്റ് വിളിച്ചത് മോനെ കൊണ്ടുപോവുക, പുറത്തു പോകാന്നുള്ളത്. പിന്നെ എന്നെ ഒരു കോണ്ടാക്റ്റും ചെയ്തിട്ടില്ല. ഇത് മുമ്പേ അറിഞ്ഞിട്ട് മനസ്സിൽ വെച്ച് ആരോടും പറയാതിരുന്നിട്ടും അത്രയും ഷോർട്ട് ഫിലിം ആയാലും ഇനോഗ്രേഷൻസ് ആയാലും എല്ലാത്തും പോയി സൈബർ ബുള്ളിങ് ഏറ്റ് എല്ലാവരുടെ വായിലിരിക്കുന്നതും ഒരു കണക്കിന് കേട്ട് എങ്ങനെ ഇത്ര സ്ട്രോങ് ആയിട്ട് ഒരാൾക്ക് നിൽക്കാൻ പറ്റുന്നത്? നിങ്ങൾക്ക് ഇപ്പം ഇത് കാണുന്നവർക്കറിയാം, ഞാൻ ഈ ക്യാൻസർ ആണെന്നും അറിഞ്ഞിട്ടും ഞാൻ എത്ര സന്തോഷത്തോടു കൂടിയ മറ്റുള്ളവരോട് പെരുമാറിയത് ഒക്കെ അറിയാം. ഞാൻ റീൽസ് ചെയ്യുന്നു, ഈ തെറി മുഴുവൻ കേൾക്കുന്നതും ഇങ്ങനെ അറിഞ്ഞിട്ട് തന്നെയാണ്. പക്ഷെ നമ്മളുടെ വിധിയാണത്. നമുക്ക് ഒരു ഇത് നേരത്തെ കണ്ടുപിടിച്ചാണ്. ഞാൻ ഇതെനിക്ക് അറിയാവുന്നതായിരുന്നു, എന്നിട്ട് പോലും ഞാനത് ആ സമയത്ത് ഞാൻ ചികിത്സിച്ചില്ല. ജസ്റ്റ് ഒന്ന് ഡോക്ടറെ ഒന്നും കൂടെ കണ്ടിരുന്നെങ്കിൽ അത് എടുത്ത് കളഞ്ഞിരുന്നെങ്കിൽ എനിക്ക് അവസ്ഥ വരത്തില്ലായിരുന്നു. പിന്നെ ഞാൻ ആലോചിച്ചു, ഇതിനും വലിയ കുത്തുവാക്കളല്ലേ കേൾക്കുന്നത്. ക്യാൻസറിനേക്കാൾ എനിക്ക് ക്യാൻസർ ഒന്നുമല്ലേ, വേറൊന്നുമല്ല, ഇതിനും വലുതാണ് കേട്ടത്, അനുഭവിച്ചത്. ഈ ക്യാൻസർ ആയിട്ട് ഞാൻ നാട്ടിലോട്ട് വന്നപ്പോൾ പോലും എയർപോർട്ടിൽ വെച്ച് പോലും വിഷമം ഉണ്ടായി അനുഭവിച്ചത്. ചേച്ചി, ഈ ഒരു 34 വയസ്സിൽ അനുഭവിക്കുന്ന കാര്യങ്ങളൊന്നും ചെറുതല്ല. സൈബർ ബുള്ളിങ് ആയാലും ഭർത്താവിന്റെ മരണമായാലും ഇപ്പോഴത്തെ ക്യാൻസർ എന്നൊരു വലിയ രോഗമായാലും ശരിക്കും ദൈവത്തോട് എന്താ ചേച്ചിക്ക് ചോദിക്കാനുള്ളത്? എനിക്ക് വരാനുള്ള ആശ്രയം ദൈവം തരാനുള്ളത് എനിക്ക് ദൈവം തന്നത് തന്നെയാണ്. നമുക്ക് നന്മ തരുന്നതും ദോഷം തരുന്ന എല്ലാം ദൈവം. എനിക്ക് ദോഷമായിട്ട് ഞാൻ ദൈവം തന്ന സന്തോഷത്തോടു കൂടി നമ്മൾ ആ രോഗം. ഇപ്പൊ ചേച്ചി ട്രീറ്റ്മെന്റിന് ഒരുപാട് പൈസയും കാര്യങ്ങളൊക്കെ ആവില്ല, അപ്പൊ അതിനൊക്കെ ഇനിയിപ്പോ എന്താ ചെയ്യാ? ഞാൻ സത്യം പറഞ്ഞാൽ ഇതൊക്കെ അറിഞ്ഞിട്ടും ഈ സബ്സ്ക്രിപ്ഷൻ്റെ ഒക്കെ ചീത്ത കേട്ടിട്ടും ഞാൻ മുന്നോട്ട് വന്നത്. നമുക്ക് ആവശ്യങ്ങളുണ്ട്, ഈ ആവശ്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഈ തെറി കേട്ടിട്ട് ഇതൊന്നും കളയാതെ. ഇത് അറിഞ്ഞിട്ട് തന്നെയാണോ സബ്സ്ക്രിപ്ഷൻ ഒക്കെ തുടങ്ങിയത്? ഇത് നേരത്തെ ഞാൻ പറഞ്ഞത്, കുറെ നാൾ മുന്നേ അറിഞ്ഞ കാര്യം. ഈ മുഴ ഉള്ളത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞല്ലോ. പിന്നെ കുറെ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഈ പ്രൈവറ്റ് ആശുപത്രി പോയതും ഇതൊക്കെ അറിഞ്ഞതിന് ശേഷവും സബ്സ്ക്രിപ്ഷൻ ഞാൻ ചെയ്തുകൊണ്ട് വന്നു. ചേച്ചി, എനിക്ക് ശരിക്കും ചേച്ചിനോട് ഈ നിമിഷത്തിൽ സത്യം പറഞ്ഞാൽ പറയാൻ പാടില്ല, പക്ഷെ എനിക്കിപ്പോഴേ പറയാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് എൻ്റെ മനസ്സിലൊരു ഇതായി. ചേച്ചി എപ്പോഴും കിച്ചുവിനെ പോലെയായിരുന്നു എന്നെ കണ്ടിട്ടുണ്ടാവും, എനിക്ക് ഇവിടുത്തെ പറഞ്ഞിട്ടുണ്ട്. അതപ്പം ചേച്ചി റിയലി എന്തെങ്കിലും ഞാൻ മാനസികമായിട്ട് എന്തെങ്കിലും എൻ്റെ ചോദ്യങ്ങൾ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സോറി. അങ്ങനൊന്നും ഇല്ല, സ്ഥാനത്ത് തന്നെ അന്ന് കെട്ടിപ്പിടിച്ചോട്ടെ. ക്യാൻസർ ആണെന്ന് അറിഞ്ഞതിന് ശേഷം സുധിച്ചേട്ടൻ്റെ സ്വപ്നം കാണുകയാണ്. ഞാൻ സുധിച്ചേട്ടൻ്റെ സ്വപ്നം കണ്ടിട്ട് ഞാൻ പറഞ്ഞു കുറേ വർഷമല്ല കുറേ നാളുകളായി. ഞാനത് ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചേട്ടൻ്റെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം സുധിച്ചേട്ടൻ അങ്ങനെ സ്വപ്നം കാണാറില്ല. ചിലപ്പോൾ ആ ചടങ്ങെല്ലാം കഴിഞ്ഞ് രണ്ടാമത്തെ വർഷത്തിൻ്റെ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം ഞാൻ അധികം കണ്ടിട്ടില്ല. ചേച്ചിയുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? എനിക്ക് ജീവിക്കണം, നന്നായിട്ട് തന്നെ കുറച്ച് നാൾ കൂടെ എനിക്ക് നന്നായിട്ട് ജീവിക്കണം. എന്നെ ക്യാൻസർ തിന്നരുത്, അതായത് എന്നെ ക്യാൻസർ കീഴ്പ്പെടുത്തരുത്, ഞാനതിനെ കീഴ്പ്പെടുത്തണം. അതിന് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും, എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്, അവരുടെ പ്രാർത്ഥനയും, ഇനി എന്നെ സ്നേഹിക്കാത്തവരുടെ പ്രാർത്ഥനയും ഒക്കെ ഞാൻ ചോദിക്കും. ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. മെയിൻ സ്ട്രീമിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ കൂടെ ഇന്നുള്ളത് ഒബ്വിയസ്ലി രേണുസുതി തന്നെയാണ്. പെട്ടെന്നൊരു സാഹചര്യത്തിൽ പെട്ടെന്നൊരു കോൾ വരാണ്, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, ഇങ്ങോട്ട് വീട്ടിലേക്ക് വരണം എന്ന്. എറണാകുളത്ത് നിന്ന് ഞങ്ങൾ ഇതുവരെ എത്തി. ചേച്ചിക്ക് ഈ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ എന്താണ് പറയാനുള്ളത് കേൾക്കാനായിട്ട്? എന്ത് പറ്റി ചേച്ചി? അതെ, എനിക്ക് കുറച്ച് ദിവസമായി ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് എന്താ പറയുക എൻ്റെ പ്രേക്ഷകരുടെ അടുത്ത് പറയണമെന്നുണ്ടായിരുന്നു. അപ്പോൾ കുറേ അഭ്യൂഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇല്ല, അല്ലെങ്കിൽ ശരിയാണോ തെറ്റാണോ എന്നൊക്കെ പറഞ്ഞ് കുറേ പേര്, ഞാനത് ലാസ്റ്റ് ഇന്റർവ്യൂവിൽ നിങ്ങളുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ കുറച്ച് പ്രേക്ഷകരുണ്ട്, അവരോട് എനിക്കത് പറയാൻ സമയമായി എന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വിളിച്ചതും നിങ്ങൾ വന്നത്. ചേച്ചിയുടെ അങ്ങനെ ഒരു കോൾ വന്നപ്പോൾ തന്നെ മനസ്സിലുള്ളതൊക്കെ ഒരുപാട് ഗോസിപ്പുകളായിരുന്നു, നമുക്കറിയാവുന്ന കാര്യങ്ങൾ. അപ്പം അതൊന്നും സത്യമാകരുന്നേ എന്നൊരു പ്രാർത്ഥനയിലായിരുന്നു ഈ നിമിഷം വരെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അതായത് ഞാൻ അന്ന് നമ്മൾ ലാസ്റ്റ് ഇന്റർവ്യൂ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും, മറ്റുള്ളവർ പറഞ്ഞല്ല അത് അറിയട്ടത്, എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ഞാൻ നിങ്ങളോട് വന്ന് പറയും എന്നാണ് ഞാൻ. രേണുസുതിയുടെ കാര്യം ഓർക്കുമ്പോൾ എന്ത് ചെയ്യാനൊക്കെ അല്ലേ, എല്ലാവരെയും ഇതുപോലത്തെ രോഗങ്ങളെ തൊട്ട് സർവേശ്വരൻ കാക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, പ്രത്യാശിക്കാം. എത്രയും വേഗം തന്നെ നിങ്ങൾ ഇതിൽ നിന്ന് റിക്കവറി ആയി തിരിച്ചു പഴയ രേണുസുതിയായി തന്നെ തിരിച്ചു വരട്ടെ. ഞങ്ങൾക്ക് എല്ലാവർക്കും റോസ്റ്റിങ്ങും പിന്നെ റിയാക്ഷനൊക്കെ ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് നിങ്ങൾ മാറട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. ആ ഒരു രേണുസുതിയാണ് ഞങ്ങൾക്ക് ഇഷ്ടം, അങ്ങനെ കാണാനാണ് ഇഷ്ടം. ഡൗണായി നിൽക്കുന്ന ഇങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് നിൽക്കുന്ന രേണുസുതിയെ കാണുവാൻ ഇഷ്ടമല്ല. നിങ്ങൾക്ക് അതിന് സാധിക്കും, 100% ഉറപ്പാണ്. നിങ്ങൾ അത്രയ്ക്കും ബോൾഡാണ്, അത് നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, വീണ്ടും പ്രാർത്ഥിക്കുന്നു. അപ്പം ഇന്നു മുതൽ അവരുടെ കീമോ തെറാപ്പി തുടങ്ങുകയാണ്. നിങ്ങൾ എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, എല്ലാവരുടെയും പ്രാർത്ഥനയിലുണ്ടാകുക. ചെയ്യുന്ന ചികിത്സകളെല്ലാം ആ രോഗത്തെ വേരോട് കൂടി തന്നെ ഇല്ലായ്മ ചെയ്യുവാൻ അതിന് കഴിയട്ടെ. അവർ പൂർവാധിക ശക്തിയോടെയും ആരോഗ്യത്തോടെയും തിരിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. വേറൊരു ടോപ്പിക്കും വിശേഷമായി വീണ്ടും കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം മാക്സിമം പരിഗണിക്കുക. താങ്ക് യു.